ഹലോ ഗൈസ്, പൂപ്പീസ് വെടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു നാടൻ വെള്ളരിക്ക കറിയാണ്. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് പരിപ്പ് ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെള്ളരിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് തോലൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്. ഇനി വലിയ ടൊമാറ്റോ ആണെങ്കിൽ 2 മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. വാഷ് ചെയ്ത പരിപ്പ് അതിലേക്ക് ആഡ് ചെയ്യുക. വെള്ളരി, ടൊമാറ്റോ, പച്ചമുളക്, കറിക്ക് ആവശ്യമായ എരിവിന് മുളക്, 1 സ്പൂൺ മുളക് പൊടി, ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കറിക്ക് ആവശ്യമായ വെള്ളവും ഒഴിച്ചിട്ട് ഏകദേശം ഒരു 2-1 വിസിലിന് ഇത് വേവിച്ചെടുക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടിക്കുന്നത്. ഇനി ഇതിലേക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് 1/4 സ്പൂണ് ജീരകമൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നാക്കി അടിച്ചു കൊണ്ടുവരാം. അപ്പോഴത്തേക്ക് കറിയൊക്കെ അതാ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറത്തെ കറിയൊക്കെ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ 2 വിസിലിനെ വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജാറ് കഴുകിയ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് 3 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ഇത് വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക്, 1/4 സ്പൂണ് ഉലുവയും, ഒരു 1/4 സ്പൂണ് കളർഫുള്ളിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇത് വളരെ തിക്നെസ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. കുറച്ച് തൈരൊക്കെ കൂട്ടി കഴിച്ചാലുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക് യു.